അവന് അവന്റെ വെമ്പർന്നൂറ്റന്മാരും മക്കളുമാണ്. ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുവല്ലേ. സാവുവിന്റെ കൊച്ചാണ് ചെറുക്കനാണ്. സാവുവിന്റെ ഇറക്കണം അവിടെ വിറ്റടിക്കുക കേട്ടോടി. സാവുവിന്റെ ഇറക്കണം അവിടെ വിറ്റടിക്കുന്നത്. ആരാ വിറ്റടിക്കുന്നത്? കൊച്ചു പോയി വിറ്റടിക്കണം. ആ അതേതാ കൊച്ച്? ആ കൊച്ചേതാ? ഏതാ കൊച്ച്? അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യണം. ഏതാ കൊച്ച്? ആ കൊച്ചേതാ? ആ കൊച്ചേതാന്ന്? ആ കൊച്ചു ഇവിടെ ഈ അടുത്തുള്ള വീട്ടിലാണ്. അടുത്ത വീട്ടിലെ കൊച്ചാണോ അത്? അടുത്ത വീട്ടിലെ കൊച്ച് ഇവിടുത്തെ വിറ്റടിക്കണോ? അടുത്ത വീട്ടിലെ കൊച്ചാണോ ഇവിടുത്തെ വിറ്റടിക്കുന്നത്? അടുത്ത വീട്ടിലെ കൊച്ചു ഇവിടെ ഒന്ന് വിറ്റടിക്കണം. ഞങ്ങളെ കൊണ്ട് പോകണ്ടേ കേട്ടോ? ആര്? കാരണവന്മാർ. കാരണവന്മാരോ? അവിടെ എന്ത്? ആര്? കാരണവന്മാർ. കാരണവന്മാരൊക്കെ ഇവിടെ ഇല്ല. കാരണവന്മാരൊക്കെ സ്ഥലം വിട്ട്. അമ്മയൊക്കെ അത് മതി. അതേ ഉള്ളൂ. അമ്മയുണ്ടോ? മറ്റവരൊക്കെ പോയിട്ട് വർഷങ്ങളായി. ആണോ? പിന്നെ ഏത് കാരണവന്മാരെ? കാര്യം പിന്നെ ഏത് കാരണവന്മാരെ കാര്യം ചോദിച്ചേ? കൊച്ചാ അങ്ങനെ വല്ല പണിയൊക്കെ ചെയ്ത് പഠിക്കട്ടെന്നേ. എല്ലാവരും അങ്ങനെ വല്ല പണിയൊക്കെ ചെയ്ത് പഠിക്കട്ടെന്നേ. പണിയൊക്കെ ചെയ്ത് പഠിക്കട്ടെന്ന് ചെയ്യണ്ടല്ലേ? ആ അടിച്ചിടണം. ആ അതാ പറഞ്ഞ അവിടെ മിടുക്കനാവുള്ളൂ. വൃത്തിയായിട്ടെല്ലാം ചെയ്ത് പറഞ്ഞാലേ. ഇവിടെയുള്ളവർ കൂടെ ഉണ്ടല്ലോ. നീ ഏത് വീട്ടിൽ പോകാനാ? നീ ഏത് വീട്ടിൽ പോകാനാ? ഞങ്ങളുടെ വീടോ? ഞങ്ങളുടെ വീടോ? ഞങ്ങളുടെ വീടേതാ? ഞങ്ങളുടെ വീടേതാ? ഞങ്ങളുടെ വീട് അവിടെയല്ലേ? എവിടെ? എവിടെയാ? ആ ഞങ്ങളുടെ വീടാ ഞങ്ങൾക്കറിയത്തില്ല. ഇവിടെ എന്നാ? ഇവിടെ എന്നാ പിടിക്കണം? ഇവിടെയോ? ഇവിടെ കടയില്ല. ആര്? ഒക്കെ നോക്കി നിശ്ചയിക്കണം. എന്നത്? കപ്പയാ? 4 കൊച്ചുങ്ങളും 4 കൊച്ചുങ്ങളുണ്ടോ? ഏതാ? അപ്പം മിറ്റടിക്കാൻ ഭയങ്കര പൊള്ളൽ. ഭയങ്കര പൊള്ളയല്ലേ? പഴിയായി ആ കൊച്ചിനെ കണ്ടിട്ട് എലിക്കുട്ടി കടിക്കാൻ പറ്റേ? കളയുന്നുണ്ടല്ലോ. ആ എലിക്കുട്ടി കടിക്കാൻ പറ്റേ? പോലും ചെയ്യുക. ആ പെൺപിള്ളേരാണെ പോലും ചെയ്യല. അത് തന്നെ. ഇപ്പോൾ പെൺപിള്ളേരൊന്നും ചെയ്യല. ആൺപിള്ളേർ സ്വന്തമായിട്ട് ചെയ്യണം. ഇവിടുത്തെ ചാച്ചനെ കണ്ടില്ല. അതെന്നായിരിക്കും വരാത്ത? ഇവിടുത്തെ ചാച്ചനൊന്നും മരിയല. ഇവിടുത്തെ ചാച്ചനൊന്നും മരിയല. അതെന്നാ? ചാച്ചന് ഇഷ്ടമില്ല ഇങ്ങനെ വരാൻ. ചാച്ചന് ഇങ്ങനെ വരാൻ ഇഷ്ടമില്ലെന്ന്. എവിടെ വരാൻ ഇഷ്ടമില്ലെന്ന്. ഇഷ്ടമില്ലെന്ന്. ഇഷ്ടം ഇഷ്ടമില്ലെന്ന്. ഇഷ്ടം വരാൻ. വരാനോ? ആ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ആ നീ വരാൻ സമ്മതിക്കില്ലേ ചാച്ചനെ ഇങ്ങോട്ട്? വീട്ടിൽ വരികയും പോയി ചെയ്യുന്നുണ്ടല്ലോ. എന്ന് ഇഷ്ടമില്ല കേട്ടാ. എപ്പോഴാ വന്നേ? എപ്പോഴാ വന്നേ? ഒരു ദിവസം 2 പ്രാവശ്യം ഇങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇതിന് ഓരോ പണിക്ക് പോയപ്പോൾ അതുണ്ട്. ആണോ? അപ്പം ഞങ്ങളാരും കാണുന്നില്ലല്ലോ. നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. ഒന്നും എടുക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ല. ചുമ്മാ വരും മാത്രമേ ഉള്ളൂ. പോക്കും വരവൊക്കെ നടത്തി. ആ പോക്കും വരും മാത്രമേ ഉള്ളൂ അല്ലേ? അതേ പറ്റുള്ളൂ ഇപ്പം. പിന്നെ പോകുന്ന മുഴുവനും നരിപ്പാണ്. പോതയാ? ഞാൻ ഇവിടെ ഇതിനൊക്കെ എന്നാ കൊടുക്കും? പോതൊക്കെ എന്നാ പറ്റിയേ? പോതൊക്കെ എന്നാ പറ്റിയേ? പോതൊക്കെ വല്ലതും പറ്റിയോ? പിള്ളേരൊക്കെ വീട്ടിലോട്ട് പോയോ? ഏത് പിള്ളേര്? ഏത് പിള്ളേര്? ഏത് പിള്ളേരാണ്? ഇവിടുത്തെ പിള്ളേർ. ഇവിടുത്തെ പിള്ളേർ ഈ വീട്ടിലില്ല. പിന്നെ ഏത് വീട്ടിലാണ്? ഞങ്ങളുടെ പിള്ളേർ. ഞങ്ങളുടെ പിള്ളേരോ? ഞങ്ങളുടെ ഏത് പിള്ളേര്? ആ വഴിയത്. ഏത് കൊച്ചാ? അതേതാ കൊച്ച് വിറ്റടിക്കുന്നത്? ആരാന്നോ? ആ എൻ്റെ മകൻ്റെ മകൻ. ആണോ? അവൻ്റെ പേരെന്നാ? സാവുവിൻ്റെ കൊച്ച്. സാവിൻ്റെ കൊച്ചാ? സാവുവിൻ്റെ കൊച്ചാണ്, ചെറുക്കനാണ്. സാവിൻ്റെ ഇറക്കണം അവിടെ വിറ്റടിക്കുക കേട്ടോടി. സാവിൻ്റെ ഇറക്കണം അവിടെ വിറ്റടിക്കുന്നത്. അവനവിടെ വേറെ പണിയാണ്. ആർക്ക്? സാവുനാ? ജോലിക്ക് പോകണം. ആ വേണ്ടി. ആ എന്നിട്ട് വിറ്റടിക്കാൻ സമയമില്ലല്ലേ?
ഇത് ബാക്കിയുള്ള സ്ഥലം വഴി പോകേണ്ടിയിട്ടൊക്കെ മാറി മാറി. ആ അതുകൊണ്ട് അവന് മിറ്റടിക്കാൻ സമയമില്ല. മാനക്കാട്ടാണ് മിറ്റടിപ്പിക്കുന്നത്. എത്ര നേരമായ കൊച്ചാൽ അടിക്കാൻ തോട്ടെ എന്തുമാത്രം കഴിയിലേയും പള്ളയാ. ആ അതേന്നേ, അങ്ങനെ വേണം. അങ്ങനെയൊക്കെ എടുത്ത് പഠിക്കണം. ആ അങ്ങനെയൊക്കെ എടുത്ത് പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒന്നിനും കൊള്ളിയല്ല. ആ അത് തന്നെ, അവിടെ തൊട്ട് ഇവിടെ തൊട്ടിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണം. അന്തമില്ല എന്തോ. ആ അന്തമില്ല ബന്ധമില്ല, ചെയ്ത് പഠിക്കണമല്ല അല്ലേ? അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണമെന്ന്. തീ പിടിക്കാനോ? ചെയ്ത് പഠിക്കണമെന്ന്. ചെയ്ത് വീടോ? ചെയ്ത് എന്താ ചെയ്ത് പഠിക്കണമെന്ന്. തൈലോ തൈലോ എന്താ പഠിക്കണം? തയ്യലല്ല, അടി. ചൂലിന് അടിക്കണ കാര്യം അവിടെ. 1 മണിക്കൂർ 1.5 മണിക്കൂറായ കൊച്ചാമേ ഈ വഴി അടിക്കാൻ ഒരു മണിക്കൂർ വെള്ളം പിടിച്ച് ഒരു മഴ പെയ്ത് മണ്ണും ഇത്തിങ്കോടെ അങ്ങോട്ട് അങ്ങോട്ട് അടിഞ്ഞ് തരുമ്പോ 1 മണിക്കൂറൊന്നും ആയില്ല. അടിക്കാൻ തുടങ്ങി. 1 മണിക്കൂറൊന്നും ആയില്ല, 10 മിനിറ്റ് ആയത്. മുതിർന്ന പെണ്ണുങ്ങളാണെ പറ്റും അത്രയും ഭംഗിയായിട്ട് അടിച്ചു. ആ മുതിർന്ന പെണ്ണുങ്ങളാണ് അടിക്കില്ലല്ലേ ഇത്ര ഭംഗിയായിട്ട്. ഒച്ച അത്രയും ഭംഗിയായിട്ട് അടിച്ച്. സാബുവിൻ്റെ മകനാണോ നോക്കിയത്? അത് സാബുവിൻ്റെ മകനാണോ നോക്കിയത്? അടുത്തവാനെ അടിച്ചടിച്ചടിച്ച് സാബുവിൻ്റെ മകനാണോ അത്? അത് സാബുവിൻ്റെ മകനാണോ അത്? പിന്നെ സാബുവിൻ്റെ മകനാണോ? ചാത്തിൻ്റെ സാബുവിൻ്റെ ചാവേൻ്റെ ഒന്നുമല്ല. അവനിവിടെ രണ്ടാമത്തെയാണ്. രണ്ടാമത്തെ അവനേതാ? മൂന്നാമത്തെയാണ്. മൂന്നാമത്തെ അവൻ്റെ ആണോ? ആരാണ്? ആരെങ്കിലും ആണ്. ആണോ? ആരെ ആയാലും ആരായാലും കുഴപ്പമൊന്നുമില്ല, ജീവിച്ചാൽ മതി, ഒന്നും വരാതെ. അതെ അതെ, മിറ്റടിച്ച് ക്ലിയർ ചെയ്താൽ മതി. മിറ്റം ഭംഗിയായിട്ട് അടിച്ചല്ലേ? എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പം എവിടെ പോയി? ആടാ അപ്പുറം പുറകെ നിൽപ്പുണ്ടല്ലോ. അവിടെ നിൽപ്പുണ്ട്. ഇരിപ്പുണ്ടോ? ആ മിറ്റടിച്ച് തന്നെ ക്ലിയർ ആയിട്ടല്ലേ മിറ്റടിച്ചിരിക്കുന്നത്? ഉണ്ടല്ലേ? നല്ല ഡീസൻ്റ് ആയിട്ടാണ് മിറ്റടിച്ചിരിക്കുന്നത് അല്ലേ? അല്ലേ? മിറ്റടിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? മിറ്റടിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന്? മിറ്റടിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന്? മിറ്റോ? ആ മിറ്റമൊക്കെ അങ്ങനെ വലിയ വാശിനിപ്പോഴൊന്നും അടിക്കണ്ട. അതുകൊണ്ട് വലിയ കാര്യം ഇല്ല, ചെറുതായിട്ട് അടിച്ചാൽ മതി അല്ലേ? വീട്ടിലോട്ട് പോകാനുള്ള കാര്യം. വീട്ടോട്ട് പോകണം. പണിയുണ്ട്, വാ. പോകണ്ടേ? എവിടെ പോകാൻ? ചക്ക പുഴുങ്ങാൻ പോവാ. വേഗം ചക്ക ഒരുക്കി തരാൻ. എന്നാണ് ചക്ക ഒരുക്കി തരാനേ. എന്നാലും ചക്ക ഒരുക്കി തരാൻ. അപ്പോൾ ഇന്ന് വീട്ടിലോട്ട് ഇന്ന് പോകുന്നില്ല. വീട്ടിൽ പോകില്ല, നമ്മള് ചക്കയൊക്കെ പുഴുങ്ങി തിന്ന് ഇവിടെ കിടക്കുക. അത് ഇന്നിപ്പോൾ ഉണ്ട് ചക്ക കൊടുക്കുള്ളൂ. ഇനിയിപ്പോ ചക്കയൊക്കെ തീരുമല്ലേ, അപ്പൊക്കെ അങ്ങ് പുഴുങ്ങിയാൽ ചക്കയെല്ലാം വെട്ടി ഒരുക്കി എടുക്കണ്ടേ? പിന്നെ എന്തോട്ട് കൊടുത്താലോ അല്ല എന്നാ ചെയ്യാൻ? ഇതൊക്കെ എനർജി ഉണ്ടാക്കുന്ന സാധനമല്ലേ? കാരണം ഇങ്ങോട്ട് വന്നോ? കാർന്നോരാണ് മുമ്പിൽ നിൽക്കുന്നത്, വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കുന്നു. കാർന്നോരായി മുമ്പിൽ നിൽക്കുന്നത്. ഇതല്ല, പിന്നെ വേറെ മൂത്ത കാർന്നോരുണ്ടോ? പിന്നെ എൻ്റെ ചാത്തൻ അമ്മയുടെ കെട്ടിയവൻ. കെട്ടിയവനല്ല, പിന്നെ അപ്പൻ. അപ്പന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളെ കുറിച്ച് ഞാൻ എങ്ങനെ പറയും? ഏതാപ്പനാ? അമ്മായിപ്പനാണ്. ഇവിടെ എത്ര പ്രാവശ്യം വന്നോ? അമ്മായിപ്പനാണോ സ്വന്തം അപ്പനാണോ? അമ്മായിപ്പൻ. അയ്യോ, അമ്മായിപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം അപ്പൻ ഇല്ലല്ലോ, എത്ര കൊല്ലായി. ആ അമ്മായിപ്പനൊക്കെ പോയി കേട്ടോ. അമ്മായിപ്പനെ അമ്മായിപ്പനും ഇവിടെയുണ്ട്. ഉണ്ടോ? എന്നാ അമ്മായിപ്പ ഇങ്ങോട്ട് വാ, എലിക്കുട്ടി അന്വേഷിക്കുന്നു. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വരും കേട്ടോ. പാവ എലിക്കുട്ടീനെ പറ്റിക്കും എല്ലാരും ഇട്ട്. എന്നാ ചെയ്യണം? എലിക്കുട്ടിയോട് ഇല്ലെന്ന് പറയണല്ലോ, പിന്നെ എങ്ങനെ പഠിപ്പിക്കാനോ? പറ്റിക്കുവാന്ന് പറഞ്ഞാ കേക്കല്ലോ അല്ലേ? നമ്മള് പറഞ്ഞ വിശ്വസിക്കത്തില്ല. ഞാനിങ്ങനെ വീട്ടിലോട്ട് പോയാൽ പിന്നെ എനിക്ക് ഇങ്ങോട്ട് പോക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ അമ്മ ഇവിടെ നിക്കുന്നത്. പള്ളിയിൽ പോക്കോ ഇതൊക്കെ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ല. ഇവിടെ ഇരുന്നുണ്ടാക്കാൻ പറ്റത്തില്ലല്ലേ? ഒന്നും പോണില്ല. മുറടുത്തുണ്ട്. ശരിയായി നമ്മളന്ന് മേടിച്ച കൊട്ട കേട്ടോ. മേല കൊട്ടക്കകത്ത് ഇങ്ങനെ ചക്കയൊക്കെ വെച്ച് നല്ല ഷോ ഉണ്ടല്ലേ ഈ കൊട്ടക്കകത്ത്? മേലെന്ന് ആരാ ഇവിടെ മിറ്റടിക്കാൻ വന്നത്? അമ്മേ, മിറ്റടിക്കാൻ വന്ന കൊച്ച ഏതാമേ? എലിക്കുട്ടി വീട്ടിലായിരിക്കും. ഇവിടെ മിറ്റടിക്കാൻ വന്ന കൊച്ചേതാ?
ഇവിടെ ഒരു കൊച്ചു മിറ്റ അടിക്കുന്നില്ലായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ ഇച്ചിരി മുന്നേ. പെങ്കൊച്ചല്ല ആങ്കൊച്ച്. ഇവിടെ പെമ്പിള്ളേര് വല്ല മിറ്റ അടിക്കും. അമ്മ പറഞ്ഞിട്ടിരിക്കും മുതിർന്ന പെമ്പിള്ളേർ പോലും മിറ്റടിക്കുന്നു. പെമ്പിള്ളേർക്കൊക്കെ മിറ്റടി പറ്റിയല്ല അവർക്കൊന്നും. നടുവേദനയാണ്. നടുവ് വളയും, കഴുത്ത് വളയും. പിന്നെ അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഞങ്ങള് മിറ്റ അടിക്കാനല്ല പോകുന്നത്, മനസ്സിലായോ? ഞങ്ങളുടെ പണിയല്ല, അത് ഞങ്ങളുടെ പണിയല്ല എന്നൊക്കെ പറയും. ഇതിനകത്ത് വെച്ച് ഒരുക്കാം. ഇവിടെ ഇരി. ഓരോ ന്യായങ്ങളുണ്ട് അവർക്ക്. സാവിന്റെ പാനാണ് ആദ്യം എന്നോട് പറഞ്ഞത്. ഇന്ന് കിടക്കാൻ പറ്റുമോ? പിന്നെ ഇന്ന് കിടക്കാൻ പറ്റും. അതിനാ നേരെ പോകും. ഒരുപാടായി അവിടെ ഇരിക്കാനേ. ഇനി ഒന്നും കസേരയിൽ ഇരിക്കേ. ഇനി ഒന്നും വയ്ക്കാനുള്ള നേരം ഉള്ളൂ. എന്നാ പോയ മയങ്ങിക്കോ, പൊളിക്കണ്ട. ഭയങ്കര സമയം ഉണ്ടെന്നേ. സമയമൊന്നും ആയില്ല. ഈ ആവി സമയം വെയില് തെളിഞ്ഞപ്പോഴേ ചൂടായി. കുളിച്ചു പോയി. ഇല്ല, ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമല്ലേ, അപ്പം പുളിച്ചൊന്നും പോകത്തില്ല. ഫ്രിഡ്ജിൽ വെക്കും നമ്മള്, ഫ്രിഡ്ജില്. അപ്പം അത് പോകത്തില്ല, ചീത്തയാകത്തില്ല. എന്നാലും തടി പോലെ ആവും. വടി പോലെ ആയില്ല. ക്ലിയർ ആയിട്ടിരിക്കുള്ളൂ. അതെന്തിനാന്നേ അമ്മേനെ പിടിച്ച് ലോകം മുഴുവൻ കാണിക്കുന്നത്? ജോലി ചെയ്യാൻ ഇവതിപ്പോ അമ്മ ഇതേ ഉള്ളു ഇപ്പൊ അതിന് ജോലി. വേറെ ജോലിയൊന്നും ഇല്ല. അതിന്റെ ജോലിയെല്ലാം ഇപ്പം നിന്നുപോയി അമ്മേ. ഇപ്പൊ ഈ ജോലിയേ ഉള്ളു, മറ്റേ ജോലിയെല്ലാം കുറവാ. ജോലിയൊന്നും ഇല്ല ഇപ്പം. മഴയൊക്കെ അല്ലേ, ജോലി ഇല്ല. എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ, ജീവിക്കണ്ടേ? പറയമ്മേ. പിന്നെ അതുകൊണ്ട് ഇതെങ്കിലും ചെയ്യട്ടെ. അമ്മ സമ്മതിക്കേ. ജോലി എന്നും ചെയ്യണം. അമ്മ പറ, ഇത് എടുത്തോളാൻ പറ. ജോലി പറമ്പിലും കണ്ടത്തിലും അവിടെയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. ഒന്നും കിട്ടിയാ പഠിയണം. ഒന്നും ഇല്ലാണ്ട് അവിടെ ആ മഴ പെയ്ത് ആ താഴെ എല്ലാം വെള്ളം പൊങ്ങി, ആ കപ്പ ഇട്ടത് എല്ലാം ചീഞ്ഞു പോയി. അതുങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടതാ, എന്തോരം പണം മുടക്കിയതാ. എല്ലാം കിട്ടിയോ? ആരാ? ആ മനുഷ്യരെ, ആ പണിയെടുത്ത മനുഷ്യര്. നമ്മുടെ ആളല്ലേ? നമ്മുടെ ആളൊന്നുമല്ല, നമ്മുടെ ഈ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ. പക്ഷെ എന്താ കാര്യം ഉണ്ടായ? വെള്ളം പൊങ്ങിയിപ്പില്ലേ, എല്ലാം വെള്ളത്തിനടിയിലായി പോയില്ലേ? അതാ പറഞ്ഞത്, കൃഷിയൊന്നും ആശ്രയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ വളർത്തുന്നോക്കുള്ളതാ. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയത്. അതിന് മുമ്പ് ഇതെല്ലാം നോക്കി ചെയ്തിട്ട് വെള്ളം പോകാനുള്ള വഴിയൊക്കെ ഉണ്ടാക്കിയ അന്നത്തെ കാലം ആകാശം മുകളിൽ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു ദോഷവുമില്ല. മാത്രം കൃഷികളുണ്ട്. ഇന്നൊക്കെ എൻ്റെ കുഴപ്പം. ആര് പറഞ്ഞു വടക്കപ്പുറം കപ്പ പറിച്ചില്ല? കപ്പ ഇവിടെ കിടക്കുമെന്ന് പറയും. കൃഷി ചെയ്യണം. അതെ, ഇപ്പൊ കൃഷി ചെയ്യാനൊന്നും മേലെ ആർക്ക് കൃഷി ചെയ്താലും കൊണ്ടുപോകാനുള്ള ഒരു കപ്പ കണ്ട അവിടെ നിൽക്കണം. അതെ, കൊണ്ടുപോകാൻ ആളില്ല. കപ്പയൊന്നും ആർക്കും വേണ്ട. ആരാ കപ്പ തിന്നുന്നത്? അല്ല ഹോട്ടലിലൊക്കെ ഇച്ചിരി കപ്പ ഉണ്ടാക്കി വെക്കും, അതേ ഉള്ളൂ. എല്ലാവർക്കും ഷുഗറും. ആരും കപ്പയൊന്നും ഇപ്പം തിന്നത്തില്ലമ്മേ. അത് തിന്നാതിരുന്നിട്ടാണോ? പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ദിവസം അതൊക്കെ ശരിയാ, 2 നേരം തിന്നിയല്ലേ. അതൊക്കെ ശരിയാ. എന്നാലും കാലം മാറി, ആരോഗ്യമുണ്ട്. അതൊക്കെ ശരിയാ, അമ്മ പറയണൊക്കെ ശരിയാ. പണിയില്ലേ? അതുപോലെ പണിയില്ലേ? കൃഷിപ്പണിയല്ലേ? കഴിച്ചാൽ ഇപ്പം എന്നെ ഒരു സുഖമുള്ള അന്നേ കൃഷിപ്പണി അതുപോലെയല്ലേ? രാവിലെ പണിക്കിറങ്ങുമല്ലേ? 6-5 മണിയാകുമ്പോൾ പണിക്കിറങ്ങുമല്ലേ? പണി വല്ലതും ചെയ്യുന്നുണ്ടോ? പണി വല്ലതും ചെയ്യുന്നുണ്ടോ? ഇപ്പം വല്ല പണിയുണ്ടോ? അപ്പൊ കപ്പയൊന്നും നിന്നിട്ട് കാര്യമില്ല. അന്നൊക്കെ എന്ത് ആനയ്ക്ക് തടി വലിക്കുമായിരുന്നല്ലേ? ഒരു നിമിഷം താങ്കൾ പോലെ സമയം അവരെ പണിയാ. ആണുങ്ങളും പെണ്ണുങ്ങളും കൊച്ചുങ്ങളും എല്ലാം അങ്ങനെ നിരപ്പ ഇറങ്ങുക. ആർക്കും പണിയാൻ മേല. അന്ന് പണിതോരോ പോലെ ഒന്നും പണിയാൻ ഇന്ന് ആർക്കും മേല. അന്നെന്ന് പറയുമ്പോ പറമ്പും കണ്ടമൊക്കെ എന്തുമാത്രമാ. പറമ്പം കണ്ടൊക്കെ അതെവിടെ കിടപ്പുണ്ട്. സ്വന്തം പണിയെടുക്കുമല്ലേ, പിന്നെ അതുകൊണ്ട് എന്തോരം കാശുണ്ടാവും. ആർക്കും കൊടുക്കാൻ വേണ്ട. അന്നൊന്നും ഇല്ലായിരുന്നല്ലോ. കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് എന്തെല്ലാം കാര്യം നടക്കും. പിന്നെ മക്കളെ കാര്യമൊക്കെ പിന്നെ എങ്ങനെയാണ്? മക്കളെ പഠിപ്പീരെ എടുക്കലൊന്നും ഇല്ലല്ലോ അല്ലേ അന്നത്തെ കാലത്ത്? പഠിപ്പീര് തന്നെയല്ല, ഓരോരോ കാര്യങ്ങളെല്ലാം നടത്തണം. ആശുപത്രി പോക്കല്ലോ ഉണ്ടോ? വീട്ടിലിപ്പോ അമ്മയെ കൊണ്ടൊന്നും പറ്റിയില്ല. ചക്കയൊക്കെ ഒരുക്കി തരും. ചക്കയൊക്കെ ഒരുക്കി തരും തന്നെ. ചക്കയൊക്കെ ഒരുക്കി തരുമെന്ന് അമ്മ.
ആ ജോലിയോ ഉം. അവിടെ ചക്ക ഒരുക്കുന്ന പണി ചെയ്യുമെന്ന് പറഞ്ഞേ ഏലിക്കുട്ടി എന്ന് പറഞ്ഞ അമ്മ. അത് ഞാനല്ല. ആ ഏലിക്കുട്ടി എന്നുള്ള പേരൊന്ന് പിടിച്ചാൽ മതി, അപ്പം പറയാം അത് ഞാനാണ്. അമ്മേന്ന് 2-3 പ്രാവശ്യം വിളിച്ചാലും ചിലപ്പം പിടി കിട്ടിയാല. അല്ലേ ഏലിക്കുട്ടി? പിടി കിട്ടിയാൽ പിടി കിട്ടിയാലെന്നാ, പിടി കിട്ടിയില്ലേലെന്നാ. എങ്ങനെ മനുഷ്യനാണെന്ന് പറഞ്ഞ് ജീവിക്കണം. ഇതിനോടെ ചക്ക ഒരുക്കി തരാൻ പറ. ചക്ക പറിച്ച് മൊണ്ടാക്കറി പറിച്ച്. വിവീനായോ? വിവീന ഇല്ല ഇതിന്, വിവീനയുടെ അപ്പനോട്. വിവീന ഇവിടെ ഉണ്ടോ? ഇല്ല, വിവീന ഇല്ല, വരൂന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു വെള്ളിയാഴ്ച. ആശുപത്രിയിലാണ്. ആശുപത്രി അല്ല, ഹോസ്റ്റലില്ല. ഇപ്പൊ ഹോസ്റ്റലില്ല. അതിനാ അവിടെ പഠിക്കുവല്ലേ, താമസിച്ച്. ജോലി ആയില്ലേ? എവിടെ ജോലിയാകാനാമേ? ഇനി കിടക്കണം. എന്തോരം പഠിച്ചാലാ? ആശുപത്രി ഒന്നും ജോലിയായില്ലേ, പഠിച്ച് തീരണ്ടേ? പഠിച്ചു തരാ ജോലി കിട്ടും. പഠിച്ച നാളായി. ഏയ് 5-ാം വയസ്സ് പോലെ പഠിക്കാൻ തുടങ്ങിയതാ. 4.5 വയസ്സാണ്ട്. 2.5 വയസ്സ് മുതൽ അംഗൻവാടി പോയതല്ലേ. പിന്നെ ഓരോ ദിവസം പോലും പോകാതിരിക്കത്തില്ല. ഒരു ദിവസം അവധിയാ, ശനി ഞായറാഴ്ച അവധിയാന്ന് പറഞ്ഞ അപ്പം ബഹളം ഉണ്ടാക്കും അവിടെ ടീച്ചറിനോട്. എനിക്ക് ഞാൻ വരൂന്ന് പറഞ്ഞു. അംഗൻവാടി അവരെ ടീച്ചർ ചെല്ലുമ്പോ എന്നോട് പറയും നാളെ അവധിയാന്ന് പറയും. ഞങ്ങള് ഇതിന്റെ കരച്ചില് കാണാൻ വേണ്ടിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞു. വിവീനയുടെ ചെറുപ്പത്തിലെ വീഡിയോ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരും. നേരെ വിപരീതായിരുന്നു എന്റെ ആശ. എന്ത് പാടായിരുന്നു ഒന്ന് കൊണ്ടുപോകാൻ. 2 പേര് പിടിക്കണായിരുന്നു. വിവാനെ സ്കൂളിലൊന്നും വിടാൻ. പോകാൻ മടിയായിരുന്നു. കരച്ചിലും ബഹളവും. ക്ലാസ് അല്ലേ, പഠിക്കാൻ ബുദ്ധിമുട്ടാ. കുഞ്ഞിലെ വലുതായപ്പോ പോകാൻ തുടങ്ങി. കുഞ്ഞിലത്തെ കാര്യാ പറഞ്ഞേ. അവൻ ചെറുപ്പത്തിലെ ആയാലും അവനെന്ത് ചെയ്തൊന്നും ജനിക്കില്ല. അവനോട്ട് പഠിക്കില്ല. വേറെ എത്ര ചെറുവെള്ളം കൊണ്ട് പോകുകയാണെങ്കിൽ അമ്മ പോയി തെറ്റിപ്പോയി. അത് തെറ്റിപ്പോയി. അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്ന അവനല്ലേ. ഇപ്പൊ മുറ്റടിച്ച് അങ്ങനെ പണിയൊക്കെ ചെയ്യും. പിന്നെ പൊന്നൂനെടുത്ത് മടി വെച്ച് കൊഞ്ചിക്കും. അതെ, എടുത്ത് പോയി കിടക്കാൻ പോയി. എങ്ങോട്ടാക്കും? കൊടുത്ത ജോലിയായോണ്ട് എളുപ്പല്ലേ, കുറച്ച് മതി. കുഴയൊടി. ഇന്നലെ തിന്നൊക്കെ തിന്നില്ലേ? ഇത് വരിക്കയാണോ? അല്ല, കൂടെയാ. വരിക്കയാണെന്ന് പഠിപ്പിച്ച അതങ്ങനെ ഡയലോഗ് ഉള്ളതാണ്. വരിക്കയാണെങ്കിൽ പഠിപ്പിച്ചാൽ നല്ലതായിരുന്നു. നല്ലതാണ്. നല്ല മധുരം കാണും. മഴയെല്ലാം പെയ്ത് വെള്ളമായി. ഇപ്പൊ വത്സമ്മ ചേച്ചി വന്ന് നമ്പർ ഇട്ട് തരാന്ന് പറഞ്ഞതാ. കൃപാസനത്തിൽ ചെല്ലുമ്പോഴേ ചെല്ലാൻ പറഞ്ഞ്. നമ്മള് ഞായറാഴ്ച കൃപാസനത്തിൽ പോകുന്നില്ലേ? വത്സമ്മ ചേച്ചി ഒന്ന് നമ്പർ ഒന്ന് തരുവോ? ഞങ്ങൾ ആ വഴി വരുന്നുണ്ട്. എങ്കിൽ എന്നാ ചെയ്യും? ഇത് ഇടുവോ? ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടില്ലല്ലോ. പക്ഷെ അത് എന്നായിരിക്കും ചെയ്യാന്നേ? അതിലെ വരാൻ പറഞ്ഞു, നമ്പർ ഇടാന്ന് പറഞ്ഞതാണല്ലോ. ആരോട് വരാനാ? പിള്ളേരോടാ? പിള്ളേരൊക്കെ ഇപ്പൊ എവിടെയാ പഠിക്കാൻ? ഒരെണ്ണാണ്ട് പെരക്കാത്തിരിപ്പുണ്ട്. എല്ലാവരും പല സ്ഥലത്തായിട്ടാണോ? എല്ലാരും 4 വഴിക്ക്. ആണുങ്ങളും 4 പേരും 4 വഴിക്കാ പോവാ. തലവേദന, ജലദോഷം പിന്നെ വരുവാണ്. ഒരു ദിവസം വെയിൽ തെളിഞ്ഞിന്റെ ആയിരിക്കും. ശരിക്കും തെളിഞ്ഞില്ലല്ലോ. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളായിരിക്കും. അമ്മയൊന്നുമല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട് വീട്ടിലോ? ഉണ്ടായിരുന്നോ? പിന്നെ എല്ലാം കാത്തോണ്ടിരിക്കാം. കിടക്കാനോ? എല്ലാം കഴിച്ചു തരും. കിടക്കാൻ ചക്ക ഒരുക്കി തരാൻ പറ. കിടക്കാനോ? ചക്ക തിന്നാ കിടക്കാൻ പറ്റും? കഞ്ഞി കൊടുത്തു കിടക്കട്ടുണ്ട്. കഞ്ഞി ഇത് വെച്ചിട്ടില്ല. ഈ ചക്ക ഉണ്ടാക്കി തിന്നണം. ഇനി അതെപ്പോഴാ? ഇപ്പൊ ഉണ്ടാക്കും. അതിപ്പോഴും കഞ്ഞി കൊടുത്തു ഇപ്പൊ ഉണ്ടാക്കും. നാളെ ഉണ്ടില്ല. ചക്ക കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല. കുടിക്കേണ്ടത് കഞ്ഞി കുടിക്കണം. കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല. കഞ്ഞിയൊന്നും ആർക്കും ഇവിടെ വേണ്ട. ചക്കയും മാങ്ങയൊക്കെ ആണല്ലേ തിന്നുള്ളൂ. ചക്കയും മാങ്ങ കപ്പയൊക്കെ ആണെങ്കിൽ അതൊക്കെ തന്നെ കുടിക്കും. തന്നെ കുടിക്കും.
അമ്മയ്ക്കല്ലേ കഞ്ഞി എന്നും പറഞ്ഞാക്കണേ. ഇതന്നെ എനിക്ക് ചാത്തും ഇതിലൂടെ വരാഞ്ഞേ. അമ്മയോട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ആര്? ചാച്ചൻ. ടോമിയാ? ടോമിയാണോ ചാച്ചൻ? ടോമിയാണോ ചാച്ചൻ? ചാത്തൻ? ആ, അവരൊക്കെ അല്ലേ ഇപ്പോൾ കുടുംബത്തിലെ കാര്യങ്ങളിലെല്ലാം നോക്കിക്കൊണ്ട് പോകും. ആണോ? പിന്നെ കാർന്നവന്മാരെ കൊണ്ട് വല്ലതും പറ്റും. കർത്തന്മാർക്കെല്ലാം മലയാളിയായി. അവർക്ക് ഓർമ്മയുണ്ടോ? ആ, ഇത് പ്രായമായി. പ്രായമായി. ഒരുപാടുള്ള ഭക്ഷണങ്ങളും ഒന്നും കഴിക്കുകയല്ലോ. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ രുചിയില്ല, കഴിക്കാൻ പറ്റിയ. വൈദ്യുതി ചെന്നാൽ ദഹനയില്ല, ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഒരുപാടുള്ള ഒന്നും കഴിക്കുകയില്ല. എന്നാ കഴിക്കുന്നത്? എന്നാ പിന്നെ കഴിക്കുന്നത്? ആരാണ് കഴിക്കുന്ന പിന്നെ എന്നാന്ന്? കഴിക്കണോ? ആ, കഴിക്കുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കൊടുക്കും. അത് നാളെ കൊടുത്താൽ മതി. കുളിച്ചു പോയില്ലേ? അതിനെ വിളിക്കുന്നത് പൊളിച്ചു ഇവിടെയൊക്കെ വെച്ചിട്ടാൽ മതിയാകും. കിടക്കാറും. കിടക്കാനാണോ ധൃതി? കിടക്കാനാണോ ധൃതി? പിന്നെ കിടക്കാൻ സമയമായിട്ട് കിടന്നാൽ പോരെ. ഇപ്പം പറഞ്ഞു എത്ര മണിക്കൂറായി? ആ, അതുകൊണ്ട് എന്നാ കാര്യം? ഇതുകൊണ്ടോ? എന്തെങ്കിലും കാര്യമായിട്ടോ? പിന്നെ ഉണ്ടോ? പിന്നെ ഇതുകൊണ്ട് കാര്യമുണ്ട്. ഇത് പിന്നെ ആ പറമ്പിൽ പോയി തൂമ്പ എടുത്ത് 4 കളകളാക്കി. അപ്പം അമ്മയ്ക്ക് സന്തോഷമാവും. ജോമോൻ അത് ചെയ്യാത്തതുകൊണ്ടാ ജോമോനോട് ഇഷ്ടമില്ലാത്തത്. അറിയാം, അമ്മയുടെ മൂത്ത 2 മക്കളും പറമ്പിൽ കിടന്ന് പണിയും. ജോമോൻ പണിയത്തില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമില്ല ജോമോനെ. എന്താ ഇഷ്ടപ്പെടുന്നതാണ് അവന്റെ അനുഭവിക്കാൻ പോണ അവനും അവന്റെ വെമ്പർന്നോട്ടുമാരും മക്കളുമാണ്. അയ്യാ, ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുവല്ലേ, ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുവാ. അല്ലാതെ വേറെ മനസ്സിലായോ? അതെ അതെ, എലിക്കുട്ടിക്ക് മനസ്സിലായോ? ഞാനേ അനുഭവിച്ചോണ്ടിരിക്കുക. പറമ്പിൽ കിടന്ന് കളക്കാത്തതിന്റെ അല്ലേ? പണിയെടുക്കണം. ആ, ഞാനാ പണിയെടുക്കണത്. അവിടെ പറമ്പിൽ കളക്കണം. അവിടെ രാവിലെ വൈകുന്നേരം പോയി പറമ്പിൽ 2-4 തുമ്പ കളയ്ക്കും. അതുപോരെ? 4 തുമ്പ കളച്ചാൽ പോരെ? നേരത്തെ മുതൽ ആണുങ്ങളാരെങ്കിലും ഒരാളെ കാണും. പിന്നെ മക്കളും പെൺമക്കളും അമ്മയും അപ്പനും ഒക്കെ കുറച്ചുകൂടിയാണ് കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം മൊത്തം നടത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി വരുന്നവരോട് എന്നാ പറയും? ഈ വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത് ഞാനാണ് ഇല്ലേ? ഞാൻ ഇനി പറയാൻ പോണത് അങ്ങനെയല്ലേ അമ്മേ? പറഞ്ഞു. അതിനെന്നാ ചെയ്യുന്നില്ലെന്ന് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ അല്ലേ? എല്ലാവരും കാണുകയും ചെയ്യും. ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയരുത്. മുറിക്കകത്തിരുന്ന് അടുക്കളയിലിരുന്ന് പണിതിട്ട് എന്നാ അമ്മേ കാര്യം ഇരിക്കുന്നത്? പുറത്തിറങ്ങി പണിതാലല്ലേ വല്ല കാര്യമുള്ളൂ. അടുക്കള പണി കണക്കുണ്ടോ? കണക്കില്ല, ഒന്നും കിട്ടാനും ഇല്ല. അടുക്കളയിലെ പണിത് തിന്നുമ്പോ അവർക്കറിയാം. പണ്ടമ്മ ഇത് പറഞ്ഞില്ലല്ലോ. എന്തമ്മേ, പണ്ടമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. തിന്നുമ്പോ അറിയാം. തിന്നുമ്പോ അറിയാം. എല്ലാത്തിനും മറുപടി ഉണ്ടോ അമ്മയുടെ? എലിക്കുട്ടി മറുപടി തിന്നുമ്പളേ പിന്നെ അറിയത്തില്ലേ? അറിയത്തില്ലേ പണിതിട്ടാ തിന്നുന്നേന്നല്ലേ? തിന്നാതെ പണിയാതെ തിന്നാൻ പറ്റുമോ? പിന്നെ അത് പണി ഇരുന്നാ കടുത്ത് കടിച്ചു പിടിച്ച് തിന്നാൻ പറ്റുമോ? ചെയ്യേണ്ടതൊക്കെ ചെയ്ത് വേണ്ടതൊക്കെ ചെയ്ത് എല്ലാം പാചകം ചെയ്തെങ്കിലല്ലാതെ എല്ലാരും പറഞ്ഞു അമ്മയ്ക്ക് എവിടെയാ ഓർമ്മ പോയെന്ന് പറഞ്ഞു? അടിച്ച് തിന്നോളൂ. ഓർമ്മ പോയെന്ന് പറഞ്ഞേ? ഓർമ്മ പോയെന്ന് പറഞ്ഞത് എവിടെയാന്ന്? എവിടെ ഓർമ്മ? അമ്മയ്ക്ക് ഓർമ്മ പോയെന്ന് പറയണ എവിടെയാന്ന് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അറിയാൻ മേല. ഓർമ്മ പോയേ പല കാര്യം ചെയ്തോണ്ട് വരുമ്പം വിട്ടു പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓർത്തോർത്ത് വരും. അതെ അതെ, എന്തോരം പണിയായി. പണിക്കിടയല്ല ഓർക്കാൻ പറ്റും അല്ലേ? പണിക്കിടയല്ല ഓർക്കാൻ പറ്റും. പറച്ചിലുള്ള ഒരു ഓർമ്മയും പോയിട്ടില്ല അവനവന്റെ അല്ലേ? അതിന് മറുപടി പറയാനുള്ള ഒരു ഓർമ്മയും പോയിട്ടില്ല. കാരണന്മാരെ പാരമ്പര്യം കിട്ടും. അത് കിട്ടും. അത് പിന്നെ അങ്ങനെയാണല്ലോ. അമ്മ ഇപ്പൊ പച്ചച്ചക്ക നിന്ന് വരാൻ അറിയിക്കുമല്ലോ. പലായിട്ട് തിന്നാൻ കൊണ്ടല്ല കൂടെയല്ലേ. കുമ്പിളുണ്ടാക്കാം, കുമ്പിള്. ഓ, കൂടെ കൊണ്ട് കുമ്പളുണ്ടാക്കിയാൽ നല്ലത്. കുമ്പളുണ്ടാക്കാൻ പലകാരാക്കി തിന്നാണ്. മൂല ഉണ്ടാക്കണം, മൂല. പ്ലാവ് വെച്ചിട്ട് കുറച്ച് അതി ആയതാണോ? പ്ലാവ് വെച്ചിട്ട് അതി ആയതാണോ? ഞാനല്ല വെച്ചമ്മ, ഞാൻ വരുമ്പോ ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇങ്ങോട്ട് ചോദിച്ച അമ്മയും ചാത്തിലൊക്കെ വെക്കാം. ഇത് വലിയ പ്ലാവായിരിക്കും വെച്ചത്. ഇത് പണ്ട് അവിടെ കിളുത്തു വന്ന പ്ലാവല്ലേ? തന്നെ ഉണ്ടായതാണ്.
കുഴിച്ചു വെച്ചൊന്നുമല്ല. നമ്മുടെ മുറ്റത്തിൻ്റെ പഴയ വീടിൻ്റെ മുറ്റത്തിൻ്റെ അതിരെ വന്നോ ചക്കയൊക്കെ എലിക്കുട്ടി മക്കളും ചക്ക തിന്നോട്ടേന്ന് ഓർത്തോണ്ട് തന്നെ കിളുത്തു വന്നതാണ്. എത്ര വർഷം കഴിഞ്ഞാൽ വേണ്ടത്? 10 ചക്കച്ചള ആരോ അന്നത്തെ കാലം ഇനി കറിയൊന്നുമില്ലല്ലോ. ആ പ്ലാവ് കായ്ക്കുന്ന 10-15 വർഷം കൂടി ചക്ക ഉണ്ടാകുന്നത്. ചക്ക പറയും അതിൻ്റെ കൂടെ ഒരു മാവും ഉണ്ടായിരുന്നു. പരിപ്പിലൊന്നുമില്ല. ഒരു മാവും ഉണ്ടായിരുന്നു. പിന്നെ പുളി ഓർക്കുന്നില്ലേ? ഇനിപ്പുറത്ത് പുളി, അതിനിപ്പുറത്തൊരു മാവുണ്ടായിരുന്നു. ഇത് നമ്മൾ ആ തൊഴുത്തിൻ്റെ അവിടെ നിൽക്കുന്ന ആ പ്ലാവിനെ പോലെ അങ്ങ് കയറിപ്പോയിട്ട് ഒരു 25 വർഷം കഴിഞ്ഞാ. ഈ ചക്കച്ചള വാർത്തല്ല വാർത്ത്. ആണോ? മറക്കണോ? എണ്ണയ്ക്കകത്ത് മറക്കണോ ചക്ക? ഇത് കൊള്ളത്തില്ലമ്മേ. ഇത് ഇത് കട്ടി കുറവല്ലേ? വെള്ളം കയറിപ്പോയി. അല്ലെന്നേ അല്ലെങ്കിലും കട്ടി കുറവല്ലേ? ചേർത്ത് ശർക്കര ചേർത്ത് വറക്കുവോ? വിളയിക്കുന്നതായിരിക്കും. പിന്നെ പിന്നെ ഈ ചക്കപ്പഴത്തിനകത്ത് ശർക്കര ചേർത്തേണ്ട പരിപാടി. ശർക്കര വരട്ടി അല്ല, അതല്ല ചക്ക വരട്ടിയത്. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഈ മെനകെട്ട പണിക്കൊന്നും നിന്ന് കൊടുക്കാറില്ല. എനിക്ക് ദേഷ്യം വരും. ചക്കപ്പഴത്തെ ചക്കര സമയമില്ല എനിക്ക് അങ്ങനെയുള്ള പണികളൊന്നും ചെയ്യാൻ. ശർക്കരക്കകത്ത് വാർത്ത കഴിച്ചിട്ടൊക്കെ. ചക്ക എങ്ങനെ തേങ്ങ ശർക്കര ചേർത്ത് വറക്കണ എങ്ങനെയാ? എനിക്കറിയത്തില്ല. എലിക്കുട്ടി പറയാൻ പറയാം. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ശർക്കര ചേർത്ത് എങ്ങനെയാ ചക്ക വറക്കണേന്ന് പറഞ്ഞു കൊടുക്കും. റെസിപ്പി പറയൂ എലിക്കുട്ടി. എനിക്കറിയത്തില്ല. അത് ഉരുക്കി ചക്കര ഉരുക്കി എടുത്തേച്ച് അതിനകത്ത് ഈരവും ഒക്കെ ഇട്ട് ഉപ്പും ഒക്കെ ചൊച്ച് ഇളക്കി അല്ലേ സാധനം ഉണ്ട്. ചക്കയൊക്കെ ചക്കയിനകത്ത് ഇടുവാണ്. ചക്കയും ചക്കച്ചുളയും വാർത്തെടുക്കുക. അതിനകത്ത് ഇടുവോ? അത് വേറെ വാർത്തെടുക്കുക. പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നു. ഇപ്പൊ ചക്ക വറക്കണ്ടേ? ചക്കച്ചോള വറക്കാതെയാണ് ഉണ്ടാക്കണേ. ചക്കച്ചോള വറക്കണ്ടേന്ന്. ചക്കച്ചുള വറക്കണം. വറക്കണമെന്നൊന്നുമില്ല, അല്ലേലും തിന്നാം. അല്ല വറക്കാതെയാണ്. പിന്നെ ശർക്കര പാനിക്കകത്ത് ഒഴിക്കുന്നവനെങ്ങനെ? അടുപ്പ വെച്ച് ആവി കയറ്റിയാൽ പോലെ തിന്നാൻ വരും. അതല്ല പറഞ്ഞേ, ചക്ക വറക്കണ കാര്യമാണ് പറഞ്ഞത്. ചക്ക ശർക്കര ഇട്ട് വിളയ്ക്കുന്ന കാര്യം. ഒന്നും മിണ്ടായിരിക്കോ മോനെ? കുതൂത്തണം. ചുമ്മാ അമ്മ ഏതാണ്ട് പറഞ്ഞ തൂങ്ങി പിടിച്ച വെച്ചാൽ ചുമ്മാ അമ്മേനെ ഇട്ടിട്ട് അവിടെ ഇട്ടുണ്ട് വിഷമിപ്പിക്കുക. ഇല്ല അമ്മ പറയണ്ടേ? അവരോടെ ജോലി വേണം. എന്നായാലും അമ്മ എന്റെ ഭാഗത്തേ നിൽക്കുള്ളൂ അല്ലേ? അതുകൊണ്ട് അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മ കേട്ടാ ഇഷ്ടം. ആ ഇഷ്ടമില്ലല്ലേ? അങ്ങനെയാണോ? എന്നാ ഇഷ്ടം? എന്നാ ഇഷ്ടം? ഇപ്പോൾ ഉള്ള കാരണവന്മാർ ഇഷ്ടം വെച്ചാൽ കുറച്ച് കേമ. ഇഷ്ടം എന്നാ എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ഒന്നും കൂടെ തെളിച്ചു പറ. എന്തോ ഒന്നുമില്ല കാരണവന്മാരോട്. കാരണവന്മാരോട് അന്തവും ബന്ധവും ഒന്നുമില്ലേ? ഇപ്പോഴുള്ള മക്കൾക്ക് ആണോമേ? കാരണവന്മാരോട് മക്കൾക്ക് ഇല്ലതേ. മക്ക സ്വന്തം മക്കൾക്കില്ല. എന്തെല്ലാം അമ്മേ ആദ്യം സ്വന്തം മക്കൾക്കാ ഉണ്ടാകേണ്ടത്. അത് കഴിഞ്ഞ് വന്ന മക്കളെ പറഞ്ഞാ മതി. ഞാൻ അങ്ങനെയാ പറയുന്നത്. എന്നോട് ആരെങ്കിലും മരുമക്കളുടെ ഒക്കെ കുറ്റം പറയുന്നവരോട് ഞാൻ പറയാം ആദ്യം സ്വന്തം മക്കളാ സ്നേഹിക്കേണ്ടതെന്ന്. അത് കഴിഞ്ഞ് മരുമക്കളെ പിടിച്ചാൽ മതിയെന്ന്. ആദ്യം സ്വന്തം മക്കളെ സ്നേഹിക്കട്ടെ. അത് സ്നേഹിച്ച് കാണിച്ചു കൊടുക്കണം. എൻ്റെ അപ്പനെയും അമ്മേനെ ഞാൻ ഇങ്ങനെയാ സ്നേഹിക്കുന്നത്, നീ ഇങ്ങനെ സ്നേഹിക്കണം എന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ അവളും അല്ലെങ്കിൽ അവനും ഒക്കെ ചെയ്യും. അതൊക്കെ ചെയ്തോ. എന്താ തലപ്പുറയുടെ കുഴപ്പമാണേ? ഇന്നൊന്നും പാരമ്പര്യമായിട്ട് എൻ്റെ പോകാനൊക്കെ അതൊക്കെ അങ്ങനെ പാരമ്പര്യമായിട്ട് ചെയ്യുകയും ചെയ്യും. അതൊക്കെ എല്ലാം പറഞ്ഞു ചെയ്യിക്കാനൊന്നും പറ്റില്ല. അറിയാൻ മേലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? തലമുറകൾ ചെയ്തോണ്ടിരിക്കണ്ട. അതൊന്നുമില്ല. ഇപ്പൊ തലമുറ പോലെ ചെയ്തൊന്നുമില്ല. ഇവർക്ക് സ്വന്തം കാലം നിൽക്കാറായി വയസ്സായി ജീവിക്കാനുള്ള മർക്കവും നോക്കിയാലേ കഴിഞ്ഞാൽ പിന്നെ അപ്പനും വേണ്ട, അമ്മയും വേണ്ട, പെങ്ങന്മാരും വേണ്ട. അവരവരുടെ കാര്യം നോക്കി പോകും. അവർക്കൊണ്ട് അവർ പെണ്ണ് കെട്ടിയ പെണ്ണുങ്ങളും അവരുടെ കൂടെ പോകും. എല്ലാവരും അങ്ങനെ കിട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഈ അപ്പന്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ പറഞ്ഞാവേ. അതൊന്നും പറ്റില്ല. അതൊന്നും ഞാൻ അനുഭവിച്ചിട്ടുണ്ടാകും. അത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് 3-4 പേര് കെട്ടിയതല്ലേ. അവരൊക്കെ പ്രായമായപ്പോന്നതിന് മുമ്പ് എല്ലാം ചെയ്തേച്ചും അവരൊക്കെ 4 പാടും പോയി. പിന്നെ എനിക്കാരുമില്ല. ആണോ? അയ്യോ, അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നേ. ആമക്കളാണ് 4 3 5 ഒക്കെ ഉണ്ടായിരുന്നു. കണക്കില്ലല്ലേ? അതുങ്ങളൊന്നും അമ്മേനെ നോക്കിയാലായിരുന്നു. എൻ്റെ നോക്കും, നോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ എന്നാ കുഴപ്പം? അവർക്ക് തോന്നിയാലുള്ള കാര്യത്തിനൊക്കെ പോകും.
എപ്പോഴും പിന്നെ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ പറ്റുമോ? പിന്നെ എല്ലാ കാര്യത്തിനും പറ്റും അവരെ കൊണ്ട് പറ്റിയല്ല. അവർക്ക് പല ജോലിയുണ്ട്, പല ജോലിയുണ്ട്, പഠിത്തമുണ്ട്, ഒരു തന്നെ ഇല്ല. ശോ, ഇന്ന് ആരെങ്കിലും വന്നോ? ആരെങ്കിലും അമ്മേനെ ഒന്ന് കൊണ്ടുപോകാൻ വന്നോ? സമയം ഒരുപാടായി, നേരം കൊടുക്കാറായി. നീയോ? നേരം വിളക്കാറായപ്പോഴാണ് ചക്ക എടുക്കുന്നത്. കിടക്കാൻ പോണേ ഉള്ളൂ. നീ ഒന്ന് കിടക്കാൻ നോക്കണ്ട. അതിനാ അമ്മേനെ ഉറക്കിയല്ലാരും ഉറക്കം വരികയല്ല പറ്റും. അതിനാ ചക്ക ഇരിക്കണ്ട. കിടന്ന് കഴിഞ്ഞ് കിടന്നാൽ പിന്നെ ഉറക്കം വരിക കിടന്നില്ല. പിള്ളേരാൻ സമയം ഒത്തിരി ഉണ്ട്. 10-12 മണിക്കൂറുണ്ട്. വരികയില്ല. പിള്ളേരുടെ ശല്യമൊക്കെ കിടക്കാൻ ഏത് പിള്ളേരാ ഇവിടെ ശല്യം ഉണ്ടാക്കണത്? അമ്മേനെ ഏത് പിള്ളേരാ ശല്യപ്പെടുത്തുന്നത്? അവരൊക്കെ എല്ലാം കണക്കാം. എല്ലാം കണക്കാണോ? എനിക്ക് വണ്ടിയാ പോകണം. ഈ വണ്ടിക്ക് വഴിയല്ലേ പോകാൻ പറ്റുള്ളൂ. എത്ര എണ്ണം അങ്ങോട്ട് കുറേ പോകുമ്പോൾ ഇങ്ങോട്ട് കുറേ. അങ്ങനെയല്ലേ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അതിനകത്ത് ചക്കത്തോളം എന്തായാലും വെച്ചാൽ അത് നാളെ എന്താ അത്തരാമുക കൈപ്പരസം വരുമോ? ഇല്ല. ഇത് കൂഴച്ചക്കയല്ലേ, ആ ഇത് പഴുത്തക്ക് തിന്നാൻ നല്ലതാണ്. ആ ഒത്തിരി പഴുക്കരുത്, അതെ അതെ. പഴുത്ത് തിന്നാൻ പാവത്തിന് ചെത്തി തിന്നണം നല്ലതാ. അല്ലേ? നല്ല മധുരവും. ഊഞ്ഞിലെങ്കിൽ വലിച്ചെടുക്കാൻ പറ്റുന്ന പ്രായം, അലിഞ്ഞു പോരുത്. ഇവിടെ ഏത് പ്ലാവില്ലേ? ആപ്പിളാവേല അവിടെ നിൽക്കുന്ന കാണുന്നത് കണ്ടോ? അലിക്കപ്ലാവിൽ കൂഴപ്പിളാവേല. പാവപ്ലാവിൽ ആ ആ ഒരെണ്ണമുള്ള കായ്ക്കണേ. ഇപ്പം അതേ ഉള്ളൂ. നന്നായി ഒരുമാതിരി മറ്റേ ഒരെണ്ണമുള്ളതിൽ വെള്ളം കയറിപ്പോവും. ചാച്ചൻ്റെ ഇഷ്ട സാധനമായിരുന്നു കോഴിച്ചക്ക. പല്ലില്ലാഞ്ഞ വേണ്ടി ചാച്ചൻ കോഴിപ്പഴമായിരുന്നു. ചാച്ചൻ വീട്ടിലുണ്ടോ? ഇല്ല. ഇല്ലേ? എവിടെയാ? പള്ളിയിലാ. പള്ളിയിലോ? പള്ളിയിൽ പോയിരിക്കുക. പള്ളിപ്പോക്കൊക്കെ ഉണ്ടോ? പിന്നെ ഇവിടെ സ്ഥിരമുണ്ടോ? നേരത്തെ ഇതായിരുന്നു. ആണോ? പിന്നെ ശോ, പള്ളിപ്പോക്കൊക്കെ വലിയ വിഷമായിരുന്നു. ആണോ? ഇവിടെ പോവുകയില്ല. എൻ്റെ പോകുന്ന വഴിയെ കൂടെ എന്ന് മാത്രം പേരാണ്. നമുക്കും പോകാം. വണ്ടിയൊക്കെ നമുക്കും പോകാം. അത് പിന്നെ എന്തിനാ അമ്മ മറ്റുള്ളവർ പോണേന് പറയണം? അമ്മയ്ക്ക് പോകാൻ ഇഷ്ടമില്ല, മറ്റുള്ളവർ പോകുന്നതിന് എന്തിനാ പറയണേ? അത് നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ പള്ളിയിലോട്ടൊക്കെ അല്ലേ പോകണം. അന്ന് പൊക്കോട്ടെ എന്ന് വിചാരിക്കണ്ടേ? അല്ലാത്തടത്തോട്ട് നാട്ടിലാ പോകണം. അവരോരോ ആവശ്യങ്ങൾക്ക് പോണതല്ലേ. അതൊക്കെ ഇതിനുള്ള അവസരങ്ങളൊക്കെ ഇങ്ങനെ ഒരു വർഷം എത്ര ദിവസമുണ്ടോ അതൊക്കെ ഇതിൻ്റെ മാറ്റങ്ങളുണ്ട്. എല്ലാം ഇങ്ങനെ ഉള്ളതല്ലേ. എന്നാ കാണിച്ചോണ്ടിരിക്കും. ഞാനൊന്നും കാണിക്കുന്നില്ല, ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുമല്ലേ. അഞ്ചിന് സമാധാനമായിട്ടിരുന്ന് ഇവിടെ ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അമ്മേ? എപ്പോഴും ഈ സാധനം പിടിച്ചോണ്ട് ഇതിലേക്ക് ചെയ്യുമ്പോ ഇതിലേക്ക് കൂടല്ലേ? അല്ലാതെ ഈ സാധനം പിടിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ മറ്റുള്ളവർക്ക് എത്ര സമാധാനം. വഴക്കൊക്കെ പറഞ്ഞേ അങ്ങോട്ട്, കുറച്ചൊക്കെ പറഞ്ഞേ അങ്ങോട്ട്. ചക്കയൊക്കെ ഒരുക്കണ പെണ്ണുങ്ങളാക്കി, ആണുങ്ങളൊന്നുമല്ല. ആര് പറഞ്ഞു? ആണുങ്ങളെ മിറ്റടിക്കുവോ? പണ്ട് കാലത്ത് ആണുങ്ങൾ മിറ്റടിക്കുമായിരുന്നോ? ഇപ്പൊ എന്റെ കൊച്ചു മിറ്റടിക്കണില്ലേ? എന്നിട്ട് എന്റെ കൊച്ചിനെ എന്നിട്ട് കുറ്റം പറയാം, എന്തെല്ലാം പറയുന്നറിയാം. കൊച്ച ഇവിടത്തെ കൊച്ചല്ലെന്നാ പറഞ്ഞേ, സാബുവിന്റെ മാനാണ്. അമ്മയുടെ മാന വഴക്ക് പറ. സാബുവിന്റെ മാനാന്ന് പറയാം. ആ മനുഷ്യരുടെ ആ ഫോണും ആ സാധനം പിടിച്ചോണ്ട് ഇവിടുന്ന് പോകാൻ പറയേ. ആ സാധനം കൊണ്ട് ഇവിടുന്ന് പോകാൻ പറയാ. ഏത് സാധനം? ഞാൻ കയ്യിലിരിക്കുന്ന സാധനം ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ അമ്മ പറഞ്ഞാലേ പോകുള്ളൂ. വഴക്ക് പറ പറ. ഞാനൊന്നും പറയുമ്പോ അതല്ലേ കുഴപ്പമായി പോയത്. അതാ കുഴപ്പമായി പോയത്. അവനാന്റെ വീട്ടോട്ടല്ലേ പോകുന്നത് അല്ലേ? അമ്മയാണ് ഇച്ചിരി മുമ്പ് എന്നോട് ഇതൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ മാറ്റുവാണോ? അല്ല, അങ്ങോട്ടല്ല ഇത് പോണതാ ഞാൻ ചോദിച്ചു. ഇവര് പിന്നെ അവന്റെ വീട്ടിലായിരിക്കുന്നത്. ഈ കുട്ടിയുടെ ഒരു കാര്യം അവന്റെ വീട്ടിലാണ്. അങ്ങനെ ആൾക്കാർ പോക്കില്ലല്ലോ, ഒട്ടുമില്ല. ഇത് വണ്ടിയാ പോണേ? വേണ്ട, 2-3 പേര് ഒന്ന് ഓടിപ്പോകും പോണ കാണാം. ഇച്ചിരി കഴിയുമ്പോൾ പിന്നെ പോകും. എല്ലാം കഴിഞ്ഞോ? ചക്കയിലാണ്ട കഴിഞ്ഞോന്ന്? ചക്കയെല്ലാം ഒരുക്കി കഴിഞ്ഞോന്ന്? ഇല്ലെന്നേ. ഇല്ലേ? ഇതിനകത്ത് അതൊക്കെ നാളെ. ഏത്? അതിനകത്തൊന്നുമില്ല. അത് ചക്ക ചവണിയേ ഉള്ളൂ. ചവണിയോളെ അതിനകത്ത്, അതിനകത്തൊന്നുമില്ല. സമയം എന്തോരോ
എത്ര മണിക്കൂറായി പിന്നെ എത്ര മണിക്കൂറായി ഉണ്ടാക്കാം. കോപ്പുണ്ടാക്കാത്ത എത്ര മണിക്കൂറായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.